5-6 കൊല്ലത്തിന് മുമ്പ് എന്റെ വീട്ടിൽ നിന്ന് 48 ലക്ഷം രൂപയുടെ ആഭരണങ്ങൾ കാണാതായി പോയി. ഈ ബെഡ്റൂമിൽ തന്നെ, ഈ വീട്ടിൽ വെച്ച്. അന്ന് കഥ മനസ്സിലായി, പക്ഷെ കാര്യം മനസ്സിലായി. അന്ന് ആ സമയത്ത് എനിക്ക് 5 ജോലിക്കാരികൾ ഉണ്ടായിരുന്നു. എല്ലാത്തിനും പിടിച്ചകത്തിട്ട് ചന്തിക്കിട്ട് 5 പേരുണ്ടായിരുന്നു. ഞാൻ ആരെ പറയാനാ? ആരെ എടുത്തു എനിക്ക് എങ്ങനെ അറിയാം? അപ്പൊ കൂട്ടാ നമ്മളെ അങ്ങനെ മണ്ടനാക്കല്ലേ. എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ നീ എന്റെ കൂടെ വാ. എന്ത് പാടുപെട്ടാണ് ഞാൻ 48 ലക്ഷം ഉണ്ടാക്കിയെന്ന് അറിയുന്നത്. ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാ. അത് ഒറ്റയടിക്ക് അങ്ങോട്ട് ഇല്ലാണ്ടാവാന്ന് വെച്ചാ കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. ഞങ്ങള് പോലീസ് കംപ്ലൈന്റ് കൊടുത്തു. പോലീസ് വന്ന് നോക്കുമ്പോഴാണ് അറിയുന്നത് എന്റെ ബെഡ്റൂമിന്റെ അടുത്ത് തന്നെ എന്റെ ഡ്രസ്സിംഗ് റൂം ഉണ്ട്. അതിന് പുറത്തു വരാനായിട്ട് അവിടെ ഒരു വാതിൽ കണ്ടില്ല, അതിന്റെ താഴൊക്കെ തുറന്നു വെച്ചിരിക്കും. ഇവിടെ അടിച്ചു വരുമ്പോ അവര് തുറന്നു വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ പുറത്തു പോകുമ്പോ അവര് അത് തുറന്നിട്ട് പുറകെ കൂടെ വന്ന് എടുത്തോണ്ട് പോയി. അയ്യോ ആശാനെ, ഈ പറഞ്ഞ സാധനം അമ്മച്ചാണ്, ഞാൻ ചെയ്തിട്ടില്ല. ആരാന്നറിയില്ല. ഈ 5 പേരെയും പോലീസുകാർ കൊണ്ടുപോയി ചോദിച്ച് ഇങ്ങനെ ഏത് രീതിയിൽ ചോദിച്ചാൽ എനിക്കറിയില്ല. ഇതാണ് സത്യം. വിശ്വസിക്കാൻ പറ്റുന്നവർക്ക് വിശ്വസിക്കാൻ സ്വല്പം ബുദ്ധിമുട്ടേ ഉണ്ട്. പക്ഷെ അതില് ഒരാളല്ലേ എടുക്കും, ബാക്കി 4 പേരും നിരപരാധികളല്ലേ. അവർക്ക് അങ്ങനെ പറയാനേ അറിയൂ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ദയവായിട്ട് വിട്ടേക്ക്, ഇനി പോയാലും പോട്ടെ, ഇവരൊക്കെ എന്റെ കൂടെ കുറെ കാലം ജോലി ചെയ്യുന്നവരാണ്. ഇതൊക്കെ ഒരു ബോണസ് ആയിട്ട് കരുതിയാൽ മതി, എന്നും പ്രതീക്ഷിക്കല്ലേ. എനിക്ക് ഇതുപോലെ ഒരുപാട് ലാൻഡ് ഒക്കെ പോയിട്ടുണ്ട്. ലാൻഡ് ഇല്ലേ, ഞാൻ മേടിച്ചു വെച്ച ലാൻഡ് തന്നെ. അപ്പോ അത് നോക്കാൻ ആളില്ലാതെ അങ്ങനെ കോടിക്കണക്കിന് എന്റെ ലാൻഡുകളൊക്കെ വേറെ ആൾക്കാര് അതെടുത്ത് തിരിച്ച് വേറെ ആർക്കോ വിറ്റിട്ടുണ്ട്. ഇത് താൻ പോയി വല്ല സ്കൂൾ മാസ്റ്റർമാരോടും പറയാം, ചിലപ്പോ അവര് വിശ്വസിച്ചോളൂ. അങ്ങനെ എനിക്ക് അത് ഓർക്കുമ്പോ എനിക്ക് ഭയങ്കര സങ്കടമാണ്. കനകത്തിന്റെ വിഷമത്തിന്റെ ഖനം ഞാൻ മനസ്സിലാക്കുന്നു. സങ്കടപ്പെടാതിരിക്കും. വരട്ടെ.